വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മുടെ ചാനൽ ഒരു LGS കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ചാനലായതുകൊണ്ടും കൂടുതൽ ഉദ്യോഗാർത്ഥികളും LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്നവരാണ്. അതിൽ കുറേയേറെ ഉദ്യോഗാർത്ഥികൾ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു, LGS എന്നൊരു തസ്തിക നിർത്തലാക്കുമോ? ഈ ഒരു ചോദ്യം, അതിൻ്റെ ഉത്തരം, അതിൻ്റെ മറ്റ് സാധ്യതകൾ, ഇവയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉത്തരം വേണമെന്നുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കുക. നിങ്ങൾക്കറിയാം, LGS എന്ന് പറയുമ്പോൾ PSCയുടെ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡ് പരീക്ഷ, അതായത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്. 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം, ഡിഗ്രിക്കാർ അപേക്ഷിക്കാൻ പാടില്ല. കമ്പനി ബോർഡ് LGSൻ്റെ കേസിൽ ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം. ഇതാണ് നിലവിലത്തെ അവസ്ഥ. നിങ്ങൾ ഏത് ഒരു ഓഫീസിൽ ചെന്നാലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ഒരു തസ്തിക കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാലക്രമേണ അത് നിർത്തലാക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി അടുത്ത LGS നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനടുത്ത LGS നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തിരുന്ന തസ്തികകളാണ് LGS, LDC. പിന്നീട് അത് കുറഞ്ഞു വന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ 14,000 പേര് ലിസ്റ്റിലുണ്ട്. 6,000 പേർക്കോളം ജോലി കിട്ടിയെങ്കിൽ അടുത്ത ഒരു ലിസ്റ്റ് വരുമ്പോൾ ഈ 14 എന്നുള്ള ആ നമ്പർ 10,000 പേരെ ഉൾപ്പെടുത്തും. അതിലൊരു 4,000 പേർക്ക് ജോലി കൊടുക്കും. ഈ രീതിയിൽ കുറഞ്ഞ് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ പലയിടത്തും 8 വേക്കൻസിയും 10 വേക്കൻസിയൊക്കെ. ആ ഒരു ലെവലിലേക്ക് എത്തി LGS നിൽക്കും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അടുത്ത വർഷം തൊട്ട് LGS നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല എന്നൊരു നിലപാടിന് സാധ്യത വളരെ കുറവാണ്. പിന്നെ തീരുമാനമെടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അങ്ങനെ ഉണ്ടായിക്കൂടാന്നില്ല. പിന്നെ ഈ LGS എന്ന് പറയുന്ന തസ്തികയെ തന്നെയാണ് ഓഫീസ് അറ്റൻഡൻ്റ് എന്നുള്ള ഓമന പേരിട്ടിപ്പോൾ വിളിക്കുന്നത്. അതിന് LDC ലെവലാണ് പരീക്ഷ. അതായത് നമ്മൾ ഈ ലെവലൊക്കെ കടന്ന് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കമ്പ്യൂട്ടർ ആ ഒരു ലെവലിലേക്ക് പഠനം ഉയർത്തേണ്ടതായിരിക്കുന്നു. അപ്പോൾ LGS തസ്തികയെ ഈ OA എന്നുള്ള കൺസെപ്റ്റിലോട്ട് മാറ്റിയാൽ അത് ഒരു LDC ലെവലിലുള്ള പരീക്ഷയായിരിക്കും. കൂടുതലും സ്റ്റേറ്റ് വൈഡ് തസ്തികകളാണ് OAയ്ക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠനം LDC ലെവലിലേക്ക് മാറ്റുന്നതാണ് ബുദ്ധി. അതല്ലാതെ ഇനി LGS തസ്തിക, LGS പരീക്ഷ ഉണ്ടാവില്ല എന്നാർക്കും പറയാൻ പറ്റില്ല. ഇനി അടുത്ത വസ്തുത, റീസെൻ്റ്ലി വരുന്ന കമ്പനി ബോർഡ് LGSനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി LGSൻ്റെ നിയമനത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. അതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കണ്ടു. നമുക്ക് ഇതിന് ശേഷം പെയ്ഡ് ക്ലാസ് ആരംഭിക്കാനും കോഴ്സ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാനുമാണ്. ഒരിക്കലുമല്ല. ഞാൻ ഒരു തരത്തിലുള്ള പെയ്ഡ് ഗ്രൂപ്പുകളോ കോഴ്സുകളോ നടത്താൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്, എനിക്ക് ഫിസിക്കലി അത് പറ്റില്ല. 2, ഇത്രയും നെഗറ്റിവിറ്റി താങ്ങിയിട്ട് നിങ്ങളെ ആ ഒരു കൺസെപ്റ്റിലോട്ട് എത്തിക്കേണ്ട ആവശ്യവുമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ കമ്പനി ബോർഡ് LGS പരീക്ഷ ഡിസംബറിൽ മിക്കവാറും നോട്ടിഫിക്കേഷൻ വരും. സാധാ LGSനേക്കാൾ കുറച്ചുകൂടി സാധ്യതകളുണ്ട്. ലിസ്റ്റിൽ കൂടുതൽ പേര് ജോലിയിലേക്ക് കയറുന്നതായിട്ട് കാണുന്നു. LGS ലെവലിലുള്ള പരീക്ഷയാണ്, ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ LGS ലെവലിലുള്ള മോഡൽ ചോദ്യപേപ്പർ ആയിരിക്കും നമ്മുടെ ചാനലിൽ ഇനിയും വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തൊഴിൽ വീതിയുടെ ഒരു പങ്ക്തി ചെയ്തു വരികയാണ്. ആ പങ്ക്തി ചെയ്തു വരുന്നതിൽ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് താല്പര്യം മോഡൽ എക്സാംസ് എഴുതി പരിശീലിച്ച് LGSന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ വീഡിയോ മാറ്റുന്നത്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് പഠിക്കാം, അല്ലാത്തവർക്ക് മറ്റ് ജോലി തേടി പോകാം. അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇനി PSCക്ക് ആരും ട്രൈ ചെയ്യില്ല എന്നല്ല. താല്പര്യമുള്ളവർ, നിശ്ചയദാർഢ്യമുള്ളവർ ഉറപ്പായിട്ടും ജോലിയിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഓരോ വിഷയങ്ങൾ, കറണ്ട് അഫെയർ, കണക്ക്, അതുപോലെ തന്നെ സയൻസ്, പിന്നെ പൊതുവിജ്ഞാനം, ഈ 4 മേഖലകളെ എങ്ങനെ പഠിക്കാം,
അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ 4 മേഖലകളെ കൈകാര്യം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു വസ്തുത, എനിക്കൊരു ടെലഗ്രാം LDC ബേസ് ചെയ്തുള്ള ഒരു പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലും എനിക്ക് ഫിസിക്കലി ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുട്ടികൾ ഇപ്പോഴും തയ്യാറാണ്. എനിക്കത് നിർത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ ടെലഗ്രാം ഗ്രൂപ്പ് സജീവമാക്കി നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പരസ്പരം ചർച്ച ചെയ്യാനും ഡിസ്കസ് ചെയ്യാനുമുള്ള ഗ്രൂപ്പാക്കി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ പറയാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.